മിഥുനം രാശിയിൽ പിറന്ന നിങ്ങളൊക്കെ കിട്ടുന്ന എന്ത് ഒരു തൊഴിലാണെങ്കിലും അതൊക്കെ തന്നെ വളരെയേറെ ബുദ്ധിപൂർവ്വത്തോടെയും വിവേകത്തോടെയൊക്കെ ചെയ്തു തീർക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന കാലങ്ങളൊക്കെ എങ്ങനെയാണ് ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഒരു മാസത്തിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ വഴക്കുകളോ കേസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയും അനുകൂലമായ ഒരു ഫലത്തെ നിങ്ങൾക്ക് നൽകുവാനുള്ള ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുമെന്നുള്ളതാണ്. ചില നല്ല കാര്യങ്ങൾക്കായി കുറച്ചൊക്കെ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് സൃഷ്ടിക്കും. എന്നാൽ അതുകൊണ്ടൊക്കെ ഗുണം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇത്രയും കാലം വല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലൂടെ നടന്നിരുന്ന നിങ്ങൾക്ക് ഇനി എന്തും വരുന്ന വഴിയിൽ വച്ച് കാണാമെന്നുള്ള ചിന്താഗതിയോടുകൂടി ആ ഒരു മനസ്ഥിതിയോടുകൂടി ഇറങ്ങുന്നത് കൊണ്ട് തന്നെ സർവ്വകാര്യങ്ങളിലും വിജയം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ചില സ്ഥലങ്ങളിലൊക്കെയും നിങ്ങൾ ചില രീതിയിലുള്ള വാക്കുകളൊക്കെ കൊടുത്തിരിക്കും. അതൊക്കെ പാലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സമയം അതൊക്കെ മാറി ആ വാക്കൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. എതിർ സ്ഥാനത്തൊക്കെ നിന്ന് പുച്ഛിച്ചിരുന്നവരൊക്കെയും വളരെയേറെ അനുകമ്പയോടുകൂടി നിങ്ങളെ വന്ന് കാണുകയും അവരൊക്കെ മനസ്താപം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. മാനസികമായി ഉണ്ടായിരുന്ന ആ ഒരു തളർച്ചയൊക്കെ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇനിയുള്ള കാലം ഉത്സാഹഭരിതമായി ഇരിക്കുവാനുള്ള ഒരു ശ്രമം നിങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത് 100% സത്യമാണ്. തൊഴിൽപരമായ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നിടങ്ങളിലോ എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്ന് നിങ്ങൾ കണ്ടെത്തി അവിടെ വിജയം വരിക്കുവാനായി പുതിയ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുകയും അതുവഴി നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു ഫലത്തെ ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. മുൻകാല അനുഭവങ്ങളൊക്കെ വെച്ച് കിട്ടുന്ന തൊഴിലൊക്കെ വളരെയധികം വേഗത്തിൽ ചെയ്തു കൊടുക്കുന്നതിനാൽ തന്നെ വേഗത്തിൽ വളരെ ഏറെ പുതിയ പുതിയ വർക്ക് ഓർഡറൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ നീങ്ങി അവരൊക്കെ വീണ്ടും ഒന്നിച്ചു ചേരുവാനുള്ള സാഹചര്യങ്ങളൊക്കെയും ഉണ്ട് എന്ന് തന്നെയാണ്. കുട്ടികൾക്കൊക്കെയും നല്ല പഠനത്തിൻ്റെ ആ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ അവർക്ക് നല്ല പഠിച്ച് നല്ല ഉന്നത നിലയിലെത്തണമെന്ന ചിന്താഗതിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ കുടുംബത്തിലുള്ള സ്ത്രീകളൊക്കെയും വളരെയേറെ ഉത്സാഹഭരിതമായി ഓരോ കാര്യങ്ങളും വരുന്നത് വഴിയിൽ വെച്ച് കാണാം എന്ന രീതിക്ക് അവരും ഇടപെടുന്നത് കൊണ്ട് തന്നെ ഒരു സത്യസന്ധമായ ഒരു നല്ലൊരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകും. സർക്കാർ സർവീസിലൊക്കെ ഇരിക്കുന്ന ചിലർക്കൊക്കെയും തന്നെ നിങ്ങളുടെ പേരൊക്കെയും പ്രൊമോഷൻ ലിസ്റ്റിലേക്ക് മറ്റുള്ള നിങ്ങളുടെ മേലുദ്യോഗസ്ഥരൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർ എൻ്റെ പേരൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് തന്നെയാണ്. വരുമാനങ്ങളൊക്കെ അധികമായി വരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയത്നത്തിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ എന്തൊക്കെ വിമർശനങ്ങളൊക്കെ വന്നാലും അതൊക്കെ അവഗണിച്ച് മുന്നിലേക്ക് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ചിലർക്കെങ്കിലും ഒരല്പം ദൂരെയൊക്കെ മാറി ജോലിയൊക്കെ ലഭിക്കുന്നതിന് അല്ലെങ്കിൽ പുതിയ വർക്കൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ദൂര യാത്രയൊക്കെ എൻ്റെ ആ ഒരു ഇതിൽ കണ്ടത്. കുറച്ച് അല്പദൂരം യാത്ര ചെയ്യേണ്ടി വരുമെന്നൊക്കെ എനിക്ക് പറയേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു യാത്ര ഒരു നല്ലൊരു ഫലത്തെ നൽകുമെന്നാണ്. നല്ല സമ്പാദ്യത്തിനുള്ള ഒരു മാർഗത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകൾ തന്നെയാവണം അത്. എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും തന്നെ ശ്രീ മഹാവിഷ്ണുവിനെ പോയി പ്രാർത്ഥിക്കുകയും അർച്ചനകളൊക്കെ നടത്തുന്നതും വിവാഹം സംബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെയും ഈ രാശിക്കാർക്കൊക്കെ നീക്കി കൊടുക്കുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ധനലാഭത്തിനുള്ള മാർഗവുമൊക്കെ വിഷ്ണു ഭഗവാൻ ഈ മിഥുനം രാശിക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു കാര്യം കൂടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മിഥുനം രാശിയിലെ മകയിരം നക്ഷത്രം 3, 4 പാദത്തിലുള്ളവർക്കൊക്കെയും ഒരല്പം നല്ല ഫലത്തെ ആയിരിക്കും പ്രധാനം. അതായത് മനസ്സിലുള്ള ആ ഒരു ചാഞ്ചാട്ടം, അതായത് ഒന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ എവിടെ ഇറങ്ങിയിട്ടൊരു പ്രയോജനമില്ല എന്നുള്ള ചിന്താഗതിയൊക്കെ മാറി ഒരു നല്ല ഫലത്തെ അവർക്ക് പ്രദാനം ചെയ്യും. അല്ലെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് മൈൻഡിനെ നൽകും എന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ അന്വേഷണമായി പോയി അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാനായിട്ട് ചെല്ലുന്നിടത്ത് അതൊക്കെ കിട്ടാത്തൊരു സാഹചര്യമൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെയും ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫോണൊക്കെ വിളിച്ച് ആ ഒരു ജോലി ചെയ്യണമെന്ന് പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുമെന്ന് 100% പറയുവാനായിട്ട് കഴിയുന്നതാണ്. അതുപോലെ തന്നെ വസ്തു സംബന്ധപ്പെട്ട ഇടപാടുകളിലൊക്കെ തടസ്സമുണ്ടായിരുന്നവർക്കൊക്കെയും അതൊക്കെ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അല്ലെങ്കിൽ അഡ്വാൻസെങ്കിലുമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതായത് വളരെയേറെ ശ്രമകരമായിരുന്ന പല കാര്യങ്ങളും ആ ഒരു സന്ദർഭത്തിൽ നടന്നില്ലെങ്കിലും ഇപ്പോൾ അത് ആ ഒരു തടസ്സം നീങ്ങി അവരാൽ തന്നെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കാം.
അതുപോലെ തന്നെ കഷ്ടകാലങ്ങളൊക്കെ വരുമ്പം ഭാര്യ ഭർത്താവിനെ കുറ്റം പറയുക, ഭർത്താവ് ഭാര്യയെ കുറ്റം പറയുക, ഇങ്ങനെയുള്ള ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഒഴിവായി പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഈ സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നവംബർ മാസം ഉണ്ടാകുമെന്ന് തന്നെയാണ്. നിങ്ങളൊക്കെ തന്നെയും ശങ്കര നാരായണൻ സ്വാമിയെ, അതായത് വിഷ്ണുവും ശിവനും കൂടി ഒരുമിച്ചുള്ള ഏതെങ്കിലും ക്ഷേത്രമുണ്ടെങ്കിൽ അങ്ങനെ പോയി പ്രാർത്ഥിച്ച് വണങ്ങി ഒക്കെ അർച്ചനകളൊക്കെ ചെയ്യുന്നത് ഈ മകയിരം എന്ന ഈ 3-4 പാദക്കാർക്കൊക്കെ വളരെയേറെ ഗുണകരമായ മാറ്റങ്ങൾ തന്നെയാവും ഉണ്ടാവുക. ഇനി തിരുവാതിര നക്ഷത്രം. നിങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന തൊഴിലിലൊക്കെ വളരെയേറെ ഒരു മുന്നേറ്റം ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് താഴെ ഉള്ള ആൾക്കാർ, അതായത് ഒരു 30 വയസ്സൊക്കെ ഉള്ള ഒരാളാണ് ജോലി ചെയ്യുന്നതെങ്കിൽ തനിക്ക് താഴെ ഒരു 15 വയസ്സുകാരൻ ജോലിക്ക് വന്നാൽ അവിടെ തന്നെക്കാളും താഴ്ന്ന ഒരാൾ വന്നു, അതുകൊണ്ട് എനിക്കിനി നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ മാറ്റണം. കാരണം ഒപ്പം നിൽക്കണം, ഒപ്പം നിന്ന് അവർക്കൊപ്പം കൂടി നിന്ന് വേണം ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ ഏകപക്ഷീയമായ ഒരു ചിന്താഗതിയൊക്കെ ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ്. എങ്കിൽ മാത്രമായിരിക്കും നമുക്കവിടെ വിജയമുണ്ടാകും. തിരുവാതിരയുടെ പൂർണ്ണ തോൽവികളും ഇത് തന്നെയാണ്. തനിക്ക് താഴെ ഒരാൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നോട് എന്തെങ്കിലും കാര്യം പറയേണ്ടി വന്നാൽ അവർക്കത് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യവും അവർ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ ഉപേക്ഷിക്കണം. 4 കൊപ്പം കൂടി വേണം ജോലിയൊക്കെ ചെയ്ത് നിങ്ങളുടെ സ്ഥാനത്തെ ഉറപ്പിക്കുവാനെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒപ്പമുള്ള എല്ലാ ജീവനക്കാരും തന്നെ നിങ്ങളുടെ ഒപ്പം സഹകരിച്ച് പണിയെടുക്കുവാനും അവർ നിങ്ങൾക്ക് നല്ല നല്ല ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ സൃഷ്ടിക്കുകയും ആ സ്ഥാപനത്തിൽ ഉയർന്ന ഒരു നിലയിലേക്ക് വരികയും നിങ്ങൾക്ക് നല്ല ശമ്പളമൊക്കെ ഉയർന്ന നിലയിൽ കിട്ടുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടും എന്ന് തന്നെയാണ് ഈ മാസം. അത് ഈ മാസത്തിലെന്നല്ല എല്ലാ സമയത്തും നിങ്ങൾ ഈ ഒരു കാര്യം തന്നെയായിരിക്കും നാം ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടത്. എവിടെ തൊട്ടാലും പ്രശ്നമെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, നിങ്ങൾ തൊടേണ്ടടുത്ത് നിങ്ങൾ തന്നെയാണ് തൊടേണ്ടതെന്ന് അവർ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ മേധാവികൾക്കറിയാം. അതിനാൽ തന്നെ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അവർ ഒരിക്കലും തന്നെ നിങ്ങൾ വിട്ടുപോകുന്നത് പറഞ്ഞാലും അവർ തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ ഒരു സമയം. അതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുക, ഉപേക്ഷിച്ച് പോകാതിരിക്കുക. അതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടങ്ങൾക്കൊക്കെ പണം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് പണമില്ലാത്ത ബുദ്ധിമുട്ടുന്ന ആ സാഹചര്യങ്ങളൊക്കെ മാറി അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനുള്ള പണമൊക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെയും അതിൻ്റേതായ ഒരു സമയം തെളിയുകയും അവിടെ നിന്ന് നല്ല ഒരു ഓർഡറൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനൊക്കെ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ, തൊഴിൽ സംബന്ധപ്പെട്ടോ പണം സംബന്ധപ്പെട്ടോ ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ അതെല്ലാം ഈ വരുന്ന നവംബർ മാസം 13, 14 എന്നീ തീയതികളിലൊക്കെ ഇറങ്ങുന്നത് വളരെയേറെ ഗുണകരമായ നല്ല മാറ്റത്തെ തരും. തിരുവാതിര നക്ഷത്രക്കാർ ഈ ഒരു സമയങ്ങളിലൊക്കെ ആദി പരാശക്തി ദേവിയെ പോയി വണങ്ങി പ്രാർത്ഥിക്കുന്നതും അർച്ചനകളൊക്കെ ചെയ്യുന്നതും വളരെയേറെ ഗുണകരമായ നല്ല മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് തരിക. അതായത് പരമശിവൻ്റെ അംശം തന്നെയാണ് പാർവതി ദേവി. അപ്പോൾ പാർവതി ദേവി ഇല്ലെങ്കിൽ ശിവഭഗവാനില്ല. അപ്പോൾ ദേവിയെ കൂടി പ്രാർത്ഥിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ആദിപരാശക്തിയെ പ്രാർത്ഥിക്കുക. അതിൻ്റേതായ ഒരു നല്ല ഫലം നിങ്ങൾക്ക് 100% ഈശ്വരി നിങ്ങൾക്ക് തരുന്നതാണ്. ഇനി പുണർതം നക്ഷത്രം 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം എന്നിവരുടെ ഫലം നോക്കാം. പണത്തെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതിരുന്ന ഇവരൊക്കെ തന്നെ ഇനിമേൽ പണം എന്താണ് എന്ന് അറിഞ്ഞ് ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയുള്ള സമയങ്ങളൊക്കെയും പൂർണ്ണമായ ഒരു വിജയം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ നവംബർ മാസത്തിലേക്ക് കണക്കാക്കുന്നത്. തൊഴിൽ സംബന്ധിയായി ഇരുന്ന പ്രശ്നങ്ങളൊക്കെ നീങ്ങി മാറി ഒരു നല്ലൊരു ഫലത്തെ ലഭിക്കുന്ന ഒരു സമയം കൂടി തന്നെയാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉദ്യോഗത്തിൽ, അതായത് സർക്കാർ സർവീസിലൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൊക്കെ മാറ്റി, അതായത് നമ്മുടെ ആ ഒരു പെൻഷൻ എമൗണ്ട് അങ്ങനെയൊക്കെ കിട്ടാതിരുന്ന സാഹചര്യങ്ങളൊക്കെ മാറി ഒരു നല്ലൊരു ഫലത്തെ കിട്ടുന്ന ഒരു സമയം കൂടി തന്നെയാണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോകണം. വീണ്ടും ഒരു പരിശ്രമം നടത്തണം. അത് നടക്കാത്ത സ്ഥലങ്ങളിലൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി പോയി ആ യാത്രകളൊക്കെ നല്ലൊരു ഫലത്തെ നൽകുമെന്നാണ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടിയൊക്കെ പോയി കണ്ട് അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ശരിയാക്കുവാനായിട്ട് വീണ്ടും ശ്രമിക്കണമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ആരോഗ്യം സംബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ നീങ്ങി മാറി ഒരു നല്ല ഒരു ഫലത്തെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. തൊഴിൽ സംബന്ധമായും ധനം സംബന്ധമായുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് അലച്ചിലൊക്കെ ഉണ്ടാകും. അതായത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയൊക്കെ നമുക്ക് തോന്നാം ആ ഒരു അലച്ചിൽ കൊണ്ട്. എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സമയം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പിന്നീട് വലിയ നേട്ടത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ട് നിർത്തുക. അതുകൊണ്ട് തന്നെ
100% പ്രയോജനമുണ്ട് എന്ന് തന്നെയാണ് പറയാൻ പറ്റുക. മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്താത്ത രീതിയിലാവണം നിങ്ങളുടെ ഒരു പെരുമാറ്റവും ചിന്തകളും എന്നൊക്കെ പറയാൻ എനിക്ക് ഇതുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്താഗതികൾ മറ്റുള്ളവരെ ദ്രോഹിക്കരുത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു ചിന്താഗതി, മറ്റുള്ളവർക്ക് അങ്ങനെയല്ല എന്നൊരു ചിന്താഗതി നമ്മളെപ്പോഴും മനസ്സിൽ വേണം. അപ്പോൾ അവർക്കും നമ്മളെക്കൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരുമായിട്ടൊക്കെ സഹകരിച്ച് നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോയി വരണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുപോലെ കുടുംബപരമായി ഉള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി വണങ്ങുകയും ശ്രീ മുരുകനെ പ്രാർത്ഥിക്കുകയും, അതായത് പഴനി മുരുകനെയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയേറെ ഗുണപരമായ ഒരു നല്ല മാറ്റത്തെ തരും. അതുപോലെ തന്നെ സമാധീശ്വര ക്ഷേത്രങ്ങളൊക്കെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി വണങ്ങുന്നതൊക്കെ നല്ലതാണ്. യോഗീശ്വരനുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വണങ്ങുന്നതൊക്കെ നല്ലതാണ്. പല യോഗീശ്വരൻ, ഗുരു എന്നിങ്ങനെയുള്ള പ്രതിഷ്ഠകളൊക്കെ ഇരിപ്പുണ്ട്. ഇവർ തന്നെയാണ് നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ മുരുകൻ എപ്പോഴും ഈ ഒരു രാശിക്കുള്ളിലേക്ക് കടന്നിരിക്കുന്നത്. മുരുകൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഗുരു എന്നാണ് അർത്ഥമാക്കുന്നത്. അറിവിന് പഞ്ചമില്ല. എന്തൊരു കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് അറിവ് എന്നൊരു കാര്യത്തിന് യാതൊരുവിധ പഞ്ചവുമില്ല. പക്ഷേ സ്വന്തം കാര്യത്തിൽ അത് ഇല്ലായ്മ ആയി പോകുന്നതാണ് പ്രധാനമായ ഒരു തോൽവിക്ക് കാരണം. അപ്പോൾ ഇവിടെ ആ അറിവാണ് ഗുരുവും ഈ സ്വാമിയും മുരുകനും ഒക്കെ നിങ്ങൾക്ക് നൽകുക. അപ്പോൾ ഗുരു ഉള്ളിടത്ത് പോകുക, യോഗീശ്വരനുള്ളിടത്ത് പോകുക, അതുപോലെ ഈ മുരുകനെയൊക്കെ പ്രാർത്ഥിക്കുക. 100% നിങ്ങൾക്ക് എല്ലാ നന്മകളും ഈ ഒരു നവംബർ മാസത്തിൽ ഉണ്ടാകട്ടെ. അത് ഇനിയും തുടർന്നുണ്ടാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു.